പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ ബോട്ട് ചെട്ടി ഇറന്നുമല്ല കേട്ടോ. കേരള സർക്കാരിൻ്റെ വേഗ ബോട്ടിലൊരു യാത്ര നടത്താൻ പോവാണ്. ഇതൊരു ടൂറിസ്റ്റ് ബോട്ടാണ്. എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് എടുക്കുന്ന ബോട്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിക്കഴിഞ്ഞു. ഇതിൽ 2 സെക്ഷനായിട്ടാണ് ഈ ബോട്ടിൽ ക്രമീകരിച്ചേക്കുന്നത്, എ സിയും നോൺ എ സിയും. ടോട്ടൽ 120ഓളം പേരെ വഹിച്ചുകൊണ്ട് പോകുന്ന ഈ വേഗ ബോട്ടിൻ്റെ യാത്ര തന്നെ ഇവിടെ ആരംഭിക്കുകയാണ്. ഞങ്ങളങ്ങനെ സീറ്റുകളെല്ലാം ഇടം പിടിച്ചു. ഇനിയും ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ അവർ തരും ആദ്യം പോകുന്നതിന് മുമ്പേ. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്ത സ്റ്റെപ്പിലേക്ക്. പ്രിയപ്പെട്ട സഞ്ചാരികളെ, എല്ലാവർക്കും നമസ്കാരം. കുട്ടനാടിന്റെ സൗന്ദര്യവും കനാലുകളിലേക്ക് മനോഹാരിതയൊക്കെ ഒന്ന് ആസ്വദിക്കുന്നതിനായി കിഴക്കന്റെ വെന്നീസായ ആലപ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പേരിലുള്ള ഊഷ്മളമായ സ്വാഗതം. ഒരു കൈയടിയും ചിരി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ ഒരു ആംബിയൻസ് എന്തൊക്കെ മാറ്റും അല്ലേ? ജീവിതം മൊത്തം അങ്ങ് ബലമാണ്. കുറച്ച് ഒക്കെ വിട്ട് ഒരു 5 മണിക്കൂർ നമ്മൾ ജലത്തിലൂടെയുള്ള യാത്ര. നമ്മൾ പറഞ്ഞു എല്ലാവരും കൂടെ കൂടിയുള്ള ഒരു യാത്ര എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫീലൊന്ന് വേറെയാണ്. എനിവേ, നിത്യജീവിതത്തിന്റെ നമ്മുടെ ഈ തിരക്കേറിയ ദിനങ്ങൾക്കിടയിൽ ഒരു അവധിക്കാലത്തിന്റെ സ്വാതന്ത്ര്യം തേടിയെത്തിയ നിങ്ങൾക്കായി ഒരു കുട്ടനാടിൽ ദൃശ്യം വരുന്നവർക്ക് ഇന്നേ ദിവസം വേഗയിലൂടെ ഞങ്ങൾക്കൊരു അവസരം ഒരുക്കിയത് തന്നെ ആദ്യമായി നിങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നാം ഇന്ന് ഇവിടുന്ന് ആരംഭിക്കുന്ന ഏകദേശം ഒരു 5 മണിക്കൂർ കൊണ്ട് 50 കിലോമീറ്ററോളം ചുറ്റിക്കണ്ടു വരുന്ന ഈ എളിയ യാത്രയെക്കുറിച്ച് നിങ്ങളുടെ അറിവിലേക്കായി ചെറിയൊരു ആമുഖം ആദ്യമായി തന്നെ പകർന്നുകൊള്ളട്ടെ. നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസ് നിർമ്മിച്ച അതിമനോഹരമായ ആലപ്പുഴയിലെ ചെറു പട്ടണത്തിന്റെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന വടേക്കനാലിൽ നിന്നും നാം ആരംഭിക്കുന്ന ഈ യാത്ര വടേക്കനാലിലൂടെ സഞ്ചരിച്ചു. പിന്നെയോ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് നാം കേട്ടിട്ടുള്ള ആ ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേള അരങ്ങേറുന്ന പുന്നമടക്കായലിലെ പെരുമാറിലേക്ക് മെല്ലെ എത്തിച്ചേരുകയും പിന്നീട് പുന്നമടക്കായലിലെ ഓരങ്ങളിലൂടെ പോകുമ്പോൾ ഒരു സഞ്ചാരി എന്ന രീതിയിൽ നമ്മളെ കാത്തിരിക്കുന്ന ആ ദൃശ്യ വിരുന്നെന്ന് പറഞ്ഞാൽ പുരവഞ്ചികൾ അഥവാ ഹൗസ് ബോട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പലരും പോയിട്ടുണ്ട്. അതിന്റെ കേരളത്തിലെ ഏറ്റവും വലിയ ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് ഈ പുന്നമടയുടെ ഓരത്താണ്. ഏകദേശം 1000-ലധികം ഹൗസ് ബോട്ടുകൾ ഏകദേശം ഒരു 11:30 ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തുന്ന സഞ്ചാരികളെ കാത്തു കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആദ്യമായി കാണാൻ സാധിക്കുന്നത്. പിന്നെ പുന്നമടയുടെ രണ്ടാമത്തെ പ്രത്യേകതയാണ് നമ്മൾ ഓൾറെഡി പരാമർശിച്ചത്. എന്താണ്? വരുന്ന മാസം ഓഗസ്റ്റ് മാസം 2ാം ശനിയാഴ്ച അവിടെ അരങ്ങേറുന്ന ലോകപ്രസിദ്ധമായ ആ നെഹ്റു ട്രോഫി ജലമേള. അതിന്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അത് നേരിൽ കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്നിരുന്നാലും ആ വള്ളങ്ങളിൽ നടക്കുന്ന ട്രാക്കിലൂടെ പോകുമ്പോൾ നമുക്കൊന്ന് കണ്ട് കേട്ട് പരിചയപ്പെട്ട് യാത്ര മുന്നോട്ട് അങ്ങനെ പോകും. അങ്ങനെ പുന്നമഴയുടെ കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നാം എത്തിച്ചേരും കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലേക്ക്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം എന്നീ 3 ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ആ വേമ്പനാട്ട് കായലിന്റെ പടിഞ്ഞാറെ ഓരത്തുള്ള നാഷണൽ വാട്ടർവേ വഴിയാണ് നമ്മുടെ അടുത്ത 1 മണിക്കൂർ യാത്ര. ആ 1 മണിക്കൂർ പിന്നിട്ട് കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 12:30 നാം എത്തിച്ചേരും പാതിരാമണൽ എന്ന ഒരു ചെറിയ ദ്വീപിൽ. നമ്മുടെ എന്റെ ട്രിപ്പിൽ നമ്മളൊന്ന് ഇറങ്ങുന്നു, നടക്കാൻ പോകുന്നൊക്കെ ഈ പാതിരാമണൽ സന്ദർശനമാണ്. അങ്ങനെ പാതിരാമണലിന്റെ സൗന്ദര്യമൊക്കെ കണ്ട് തിരികെ വാഹനത്തിലെത്തുമ്പോൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ചോറ് വേണം. അപ്പൊ കുടുംബശ്രീ ചേച്ചിമാരുടെ നേതൃത്വത്തിൽ നല്ലൊരു ഉച്ചഭക്ഷണമാണ്. ഒരു 100 റുപ്പീസിന് ഫിഷ് കറി, ഫിഷ് വറുത്തത്, അവിയല്, സാമ്പാർ എല്ലാം കൂട്ടിയിട്ട് ഒരു ടിപ്പിക്കൽ കേരള താലിയാണ് അവർ നിങ്ങൾക്കായി സർവ് ചെയ്യുന്നത്. പൈസ കൊടുക്കണം കേട്ടോ. ടിക്കറ്റ് ചാർജുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ചേച്ചിമാരുടെ ആ ഉച്ചഭക്ഷണമൊക്കെ ആസ്വദിച്ച് പാതിരാമണൽ സന്ദർശനമൊക്കെ കഴിഞ്ഞ് പിന്നീട് നാം പോകുന്നതാണ് കായലിന്റെ വീതിയേറിയ പ്രദേശം താണ്ടി ആലപ്പുഴ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയായ കോട്ടയത്തേക്ക്. നമുക്കറിയാം അക്ഷരനഗരി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ആ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറ് തീരവും വേമ്പനാട്ട് കായലിന്റെ കിഴക്കേ ഓരവുമാണ് ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. റിസോർട്ടുകളുടെ ഒരു പ്രദേശം തന്നെയാണ് കുമരകം അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് താജ്, റാഡിസൺ, കാസിനോ തുടങ്ങിയ ഇന്റർനാഷണൽ ഗ്രൂപ്പുകളുടെ ഉൾപ്പെടെ ഏകദേശം 30-ന് മേലുള്ള റിസോർട്ടുകൾ അവർ 10-15 കിലോമീറ്ററിനുള്ളിൽ ആ തീരത്ത് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതിനപ്പുറം എന്താണ്? കുമരകം എന്ന ആ കൊച്ചു ഗ്രാമത്തിന്റെ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് യാത്രയുടെ 2ാമത്തെ ഘട്ടം നാം എത്തിച്ചേരും നമ്മുടെ സ്വന്തം നെല്ലറയായ കുട്ടനാട്ടിലേക്ക്. കുട്ടനാടിനെ കുറിച്ച് നമ്മൾ പലരും വായിച്ചിട്ട് എന്താണ്? യൂറോപ്പിലെ ഹോളണ്ടിലെ ആംസ്റ്റർഡാം കഴിഞ്ഞാൽ സീ ലെവലിൽ താഴെ കൃഷി ചെയ്യുന്ന ഒരേ ഒരു പ്രദേശമാണ് നമ്മുടെ സ്വന്തം നെല്ലറ. അപ്പം ഭൂമിശാസ്ത്രപരമായ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നേരിട്ട് കാണാനുണ്ട്. അങ്ങനെ ആ കുട്ടനാടിന്റെ ആ ഗ്രാമീണ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് യാത്രയുടെ അവസാന ഘട്ടം നമ്മുടെ പുണ്യ നദിയായ പമ്പയുടെ വിരുമാനിലൂടെയൊക്കെ നീക്കി ഒരിക്കൽ കൂടി ഹൗസ് ബോട്ട് യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി ആലപ്പുഴയിൽ എത്തുന്ന ഒരു സഞ്ചാരി 5 മണിക്കൂർ കൊണ്ട് ആലപ്പുഴയും പാതിരാമണലും കുമരവും കുട്ടനാടും ഒക്കെ കണ്ടുവരുന്ന 50 കിലോമീറ്ററോളം കാണുന്ന ഒരു എളിയ യാത്ര. ചെറിയ കാര്യമാണോ?
400-600 രൂപയ്ക്ക് ലോകോത്തര നിലവാരമുള്ള ഏകദേശം 2 കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ വിലയെന്ന് പറയുന്നത്. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളോടും കൂടി 120 സഞ്ചാരികൾക്കും ഇൻഷുറൻസ് കവറേജ് കൂടിയുള്ള ഒരു യാനം. അത് തന്നെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എങ്കിൽ നോക്കൂ, ഇന്ന് നിങ്ങളാണെങ്കിൽ ഇന്നലെ വരെ വന്നുപോയ ആളുകളാണ് ഈ 2 കോടി മുടക്കി ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത സാധനം ഒരു 3.5 വർഷം കൊണ്ട് 7 കോടി 8 കോടി രൂപ എടുത്തിട്ട് കളക്ഷനായി വലിയ ലാഭത്തിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാം, രാംജി റാവുനാഥ് ഇന്നസെന്റ് പറഞ്ഞാലൊക്കെ അഭിമാന പുരസ്കാരങ്ങൾ അവതരിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം മേഘ. ഇന്നു മുതൽ നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർമാരാണ്. നിങ്ങളുടെ ആ വലിയേറെ എക്സ്പീരിയൻസ് നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് കൊടുത്തതിന്റെ ഫലം മാത്രമാണ് ഇത്ര നിറഞ്ഞ സദസ്സായിട്ട് ഇത് പോകുന്നത്. ഒരിക്കൽ കൂടി ഈ പ്രസ്ഥാനം തെരഞ്ഞെടുത്തതിനും ഇവിടെ എത്തിയതിനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കേരള സർക്കാരിന് വേണ്ടിയും സംസ്ഥാന ജലഗതാഗത വകുപ്പിന് വേണ്ടിയുള്ള ഈ നന്ദിയും കടപ്പാട് ഈ വേളയിൽ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തമ്പുരാന്റെ നാമത്തിൽ ശുഭയാത്രയും നേർന്നുകൊള്ളും. താങ്ക് യു. അങ്ങനെ വളരെ മനോഹരമായൊരു ഇൻട്രൊഡക്ഷനാണ് ജീവനക്കാർ നൽകിയത് കേട്ടോ. എന്തായാലും അതെല്ലാം കേട്ട് മനസ്സിലാക്കി നമ്മളിതാണ് മുന്നോട്ടുള്ള യാത്ര ഇവിടുന്ന് ആരംഭിച്ചു. ഈ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ഇപ്പം ഈ കനാൽ വഴിയാണ്, കായലിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കനാൽ വഴി നേരെ കായലിലേക്കുള്ള യാത്രയാണ്. ഞാൻ നേരെ പുറകിലേക്ക് AC-യിൽ നിന്ന് നേരെ പുറകിലേക്ക് ഇറങ്ങി ബാക്ക് സൈഡിലുള്ള അടുക്കിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മനോഹരമായ കാഴ്ച, എല്ലാവരും തന്നെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അവിടെ നിന്നും കാണുവാനായിട്ട് വളരെ ഇപ്പോൾ ഒരു പ്രത്യേകതയാണ്. കാര്യം ആ ബോട്ട് പോകുന്നതിൻ്റെ ആ പുറവശം അതിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. വളരെ നല്ല മനോഹരമായ കാഴ്ച, അവിടുന്ന് മാറാൻ തോന്നിയില്ല. അങ്ങനെ നിന്നപ്പോൾ ദേണ്ട ചെറുവഞ്ചികൾ, നിറയെ ചെറുവഞ്ചികൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ടൂറിസ്റ്റിനെയും കാത്ത് കിടക്കുകയാണ്. ഇത് മണിക്കൂർ ബേസ് പോകുന്ന വഞ്ചികളാണ്. 1 hour 2 hour അങ്ങനെ നമുക്ക് ആവശ്യാനുസരണം 10 പേർക്ക് 5 പേർക്ക് അങ്ങനെ ചെറിയ ചെറിയ ടീമായിട്ട് വരുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറുവഞ്ചികൾ നിറയെ ഈ കനാലിലുണ്ട്. അവിടെ ഇങ്ങനെ നിറയെ ഏജൻറ്റുമാർ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അതിന് ഓണറും ഏജൻറ്റും ഒക്കെ നിൽപ്പുണ്ട്. തെക്ക് വശത്തായിട്ട് നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും. അങ്ങനെ അതുവഴി ഇങ്ങനെ നേരെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുന്നോട്ട് പോയപ്പോഴേക്കും ബോട്ട് സൈഡിലേക്ക് അടുപ്പിക്കുകയാണ്. വേറൊന്നുമല്ല, നമുക്ക് ഉച്ചഭക്ഷണം ഇവിടുന്ന് തന്നെ ഉള്ളിലേക്ക് കയറ്റും. കുടുംബശ്രീ പ്രവർത്തകരെല്ലാവരും ഉച്ചഭക്ഷണം കൊണ്ടുവന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഉച്ചഭക്ഷണം മാത്രമല്ല, കൂടാതെ ചായയും സ്നാക്സും ഒക്കെ ഉണ്ട്. ഒരു 2-3 പേരുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും തന്നെ അവിടെ ഉച്ചഭക്ഷണം തയ്യാറാക്കി. ഏകദേശം ഇപ്പോൾ സമയം 11:30 ആയി. എന്തായാലും ഉച്ചഭക്ഷണത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ് ഞാൻ തന്നെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടുന്ന് വീണ്ടും എൻ്റെ കായലിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഇതായി കഴിഞ്ഞു. കാര്യം കനാലിൻ്റെ എൻഡായി കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്ന എല്ലാവരും വളരെ ആകാംക്ഷയായിട്ട് കാത്തിരിക്കുകയാണ്. ഇനി പോകുന്നത് നേരെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആ ചാനലിലേക്കാണ്. കാര്യം ആ വള്ളംകളി നടക്കുന്ന ആ ഒരു പാതയുണ്ടല്ലോ, അതുവഴിയായിരിക്കും ആദ്യത്തെ യാത്ര. നേരെ അതിലേക്ക് കയറുകയാണ്. അപ്പോൾ ജീവനക്കാരെല്ലാം ഉണ്ട്. ഏകദേശം 5 ജീവനക്കാരുണ്ട്. 3 പേര് ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് കാണാൻ പറ്റും, ആ റോസ് പൗലിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഒരു സൈഡിലായിട്ട്. അങ്ങനെ എന്തായാലും പ്രവേശിച്ചു. ഇനി അവർ അടുത്ത എന്തോ എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതിനുള്ള പുറപ്പാടാണ്. നമുക്കതും എന്തായാലും കേട്ടു നോക്കാം. അതൊരു മത്സരത്തിൽ അവസാനിക്കുകയും അതിൽ 1ാം സ്ഥാനം നേടിയ നടുഭാഗം എന്ന ചുണ്ടിൽ അദ്ദേഹം ചാടിക്കയറി കുട്ടനാട്ടുകാരുമായിട്ട് നമ്മൾ ആലോചിച്ചു. 45 വർഷം മുന്നേയുള്ള ആ ഒരു തലമുറ എന്ന് പറയുമ്പോൾ കാർഷിക വൃത്തി മത്സ്യബന്ധനമുള്ള സാധാരണക്കാരായുള്ള അവരുമായിട്ടാണ് നമ്മുടെ ചാച്ചാജി അദ്ദേഹത്തിന്റെ ആഹ്ലാദം പങ്കിട്ടു പോയത്. അദ്ദേഹം തിരികെ ഡൽഹിയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ മധുര ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യൊപ്പോട് കൂടിയ വെള്ളിയിൽ തീർത്ത ഒരു കപ്പ് ആലപ്പുഴയ്ക്ക് നൽകുകയും അതാണ് പിന്നീട് തുടക്കകാലത്തിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നാണ് ഇതിന്റെ പേരെങ്കിലും പിന്നീടാണത് ചാച്ചാജിയുടെ പേരിലേക്ക് മാറ്റി നെഹ്റു ട്രോഫി എന്ന പേരിൽ കഴിഞ്ഞ 69 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ മുടക്കമില്ലാതെ പോരുന്നു. ഇനി വരുന്ന മാസം ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഇവിടെ അരങ്ങേറുന്നത് 70ാമത്തെ നെഹ്റു ട്രോഫി ജലമേളയാണ്. അതിന്റെ പാറ്റേണൊക്കെ അങ്ങ് മാറി കേട്ടോ. തുടക്കത്തിൽ ഇതൊരു വില്ലേജുകളുടെ മത്സരമാണെങ്കിൽ ഇപ്പോൾ IPL ക്രിക്കറ്റ് പോലെയൊക്കെ തന്നെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ ക്ലബ്ബുകൾ കളിക്കുന്ന കളിയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്ന പേരിൽ 10ഓളം റേസുകൾ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം. എക്സാക്ട്ലി നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലം. അതുകൊണ്ടാണ് പ്രാദേശികമായിട്ട് ഈ സ്ഥലത്തിന്റെ പേര് ഫിനിഷിംഗ് പോയിന്റാണ്. നമ്മൾ നോക്കിയേ, റമദ, ഹവേലി തുടങ്ങി കുറെ റിസോർട്ടുകൾ നിൽപ്പുണ്ട്. ഇവിടെ ഗൂഗിൾ അമ്മായി എടുത്ത് പോയിട്ട് ഒരു ചെക്കിംഗ് പ്രൊസീജിയർ നോക്കി എന്താണ് കാണിക്കുന്നത്, നിയർ ഫിനിഷിംഗ് പോയിന്റ് പുന്നമട ആലപ്പുഴ. അപ്പൊ അത്ര പ്രസിദ്ധമാണ്. കാര്യം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് നെഹ്റു ട്രോഫി ജലമേള. 100-ലധികം കായിക താരങ്ങൾ ഒരു ഇവന്റിൽ മത്സരിക്കുന്നു എന്നുള്ളൊരു പ്രസക്തിയും നമ്മുടെ ചുണ്ടൻവള്ളങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒട്ടേറെ ചരിത്രങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴയും ആലപ്പുഴയുടെ ഈ പുന്നമടയുടെ തീരങ്ങളും. നമ്മളൊരു സഞ്ചാരി എന്ന രീതിയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഇടതുവശം ഒന്ന് ശ്രദ്ധിച്ചോളുക. നമ്മുടെ വാഹനം നല്ല സ്പീഡിൽ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലെ. അടുത്തൊരു 10-15 മിനിറ്റ് എന്താണ് വിവിധ രൂപത്തിലും ഭാവത്തിലും വലുപ്പത്തിലുമുള്ള ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ സഞ്ചാരികളെ കാത്തുകിടക്കുന്ന കാഴ്ച. കാരണം എന്താണെന്നറിയോ, സമയം ഇപ്പൊ 12:45, ഒരു 12:30 1 മണിയാണ് അവരുടെ ചെക്കിംഗ് പ്രൊസീജിയർ. അപ്പം
സഞ്ചാരികൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് നമ്മൾ, അതാണ് വേഗയുടെ പ്രത്യേകത, പാതിരാമണിൽ പോയി കുമരവും പോയി തിരിച്ച് കുട്ടനാട്ടിലെത്തുമ്പോൾ ഇവർ സഞ്ചാരികളെ വഹിച്ചുകൊണ്ട് കുട്ടനാടൻ പ്രദേശങ്ങളിൽ ഇങ്ങനെ പതിയെ ചുറ്റി നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. എനിവേ, പൊന്നമഴയുടെ വിശേഷങ്ങൾ അറിഞ്ഞും കണ്ടും കേട്ടും മെല്ലെ യാത്ര മുന്നോട്ട് പോകുന്നു. അടുത്തൊരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വേമ്പനാട്ട് കായലിലെത്തും. ഇപ്പൊ സഞ്ചാരികൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളെ, എസ്പെഷ്യലി AC ക്യാബുള്ള സഞ്ചാരികൾ, നമ്മൾ വേമ്പനാട്ട് കായലിൽ ചെല്ലുന്നവരെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാരഥി അല്ലെ ഓടിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. 2 സൈഡിലും വരുന്ന വിഷ്വൽസ് പുള്ളിക്ക് കിട്ടൂല. ചെറിയ ചെറിയ വാഹനങ്ങൾ വന്നാൽ നമ്മൾ അറിയത്തുമില്ല കയറി വരുന്നത്. അപ്പൊ വേമ്പനാട്ട് കായലിൽ ചെല്ലട്ടെ, നിങ്ങളുടെ കൂടെ എന്തിനും ഞങ്ങളുണ്ട്, നമുക്ക് സുരക്ഷിതരാണ്. എല്ലാം തുടരുന്നു. ഒരിക്കൽ കൂടി ചേച്ചിമാർ അവിടെ നമ്മുടെ സ്നാക്സ് ഒക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ചായ കോഫി വേണ്ടവർക്ക് ആ കൗണ്ടറിൽ ചെന്നാൽ നേരിട്ട് വാങ്ങാവുന്നതാണ്. താങ്ക് യു. കാരണം നല്ല അടിപൊളി ഒരു ട്രിപ്പാണ്. നമ്മൾ വേഗയിൽ ഇതാ ഇതിന്റെ ഫ്രണ്ട് ഡെക്കിൽ നിന്നുള്ള യാത്രയാണ്. എല്ലാവരുടെ ഫ്രണ്ടിൽ നിന്നും നമ്മുടെ സംസ്ഥാന ജലവകുപ്പിന്റെ അടിപൊളി ഒരു യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വേമ്പനാട്ട് കായലിന്റെ നടുക്കാണ് കേട്ടോ, നടുക്കാണ്. ഇപ്പൊ ഏകദേശം സമയം 11 മണി 11:30 അല്ലേ 11:30 അല്ലേ. അപ്പൊ എന്തായാലും ഇതാ നല്ല അടിപൊളി യാത്രയാണ്. എല്ലാവരും ഫ്രണ്ട് ഡെക്കിൽ വന്നു. സത്യല്ലേ ആ കായലിന്റെ മനോഹാരിത ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് യാത്ര? അടിപൊളിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടായിരുന്നു? വേമ്പനാട്ട് കായലിലെ നടുക്കെത്തിയപ്പോൾ മനോഹരമായൊരു ഫോട്ടോഗ്രഫി, അതായത് ഫോട്ടോ എടുക്കാനുള്ളൊരു അവസരം ജീവനൊക്കെ ഒരുക്കി തന്നു. എല്ലാവരും കുറച്ച് ബാച്ചായിട്ട് വന്ന് ആ ഫ്രണ്ട് ഡെക്കിലേക്ക് വന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഊഴം കഴിഞ്ഞു, ഞങ്ങളെല്ലാവരും അകത്തേക്ക് പോവുകയാണ്. മറ്റുള്ളവരിങ്ങനെ അവിടെ ഫോട്ടോ എടുക്കാനുള്ളൊക്കെ തിരക്കിലാണ്. എങ്കിലും അതൊരു നല്ലൊരു വൈബായിപ്പോയി.
അപ്പോൾ അതെല്ലാം കണ്ട് എല്ലാവരും ഉള്ളിലേക്ക് കയറി കുറച്ച് നേരമൊക്കെ ഇനി വിശ്രമിച്ചിരിക്കാം. എന്നിട്ട് ആ കാഴ്ചകളൊക്കെ കണ്ടു പോവാം. ഇനി നമുക്ക് നേരെ പോകുന്നത് പാതിരാമണൽ ലക്ഷ്യമാക്കിയാണ്. അങ്ങനെ പാതിരാമണൽ ആ ദ്വീപ് ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതിനായിട്ട് എങ്കിലും എല്ലാവരും പുറത്ത് തന്നെയാണ് കേട്ടോ. ആരും എ സിക്കുള്ളിലോ അല്ലെങ്കിൽ സീറ്റിലോ ഒന്നും ഇരിക്കുന്നില്ല. പുറകുവശത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയിരിക്കാം. അവിടെ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ്. അത് എത്ര വലിയ ബോട്ടല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആ സൈഡിലത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. വിശാഖും വൈശാഖും പാറുവും പവിയും രേവതിയും എല്ലാവരും ഓടി നടക്കുകയാണ്. എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയാണ് നമുക്കിന്ന് സമ്മാനിച്ചത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം എന്തായാലും ഇരുന്ന് അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകാമെന്ന് പറഞ്ഞ് അകത്ത് വന്നിരുന്നു. കുട്ടനാടൻ കാർഷിക മേഖല കണ്ടെങ്കിലും ഇപ്പോൾ സ്ലൈറ്റ്ലി ഒന്ന് മാറിയിട്ടുണ്ടെന്നാണ്. ഇടതുവശം ഇപ്പോഴും ആലപ്പുഴ ജില്ലയിൽ നിന്ന് വലതുവശം ദൂരക്കാഴ്ചയായിട്ട് കാണുന്നത് കോട്ടയം ജില്ലയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അക്ഷര നഗരിയായ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറെ തീരവും വേമ്പനാട്ട് കായലിന്റെ കിഴക്കേ ഓരവുമാണ് നമ്മൾ പാതിരാമണൽ സന്ദർശനത്തിന് ശേഷം പോകുന്ന കുമരകം എന്ന ലോകപ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം. അപ്പൊ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ പാതിരാമണൽ ദ്വീപിൽ എത്തിച്ചേരും. പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പരിചയപ്പെട്ട 2 ജില്ലകൾക്കിടയിലായിട്ട് ഈ കായലിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന 50 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്വാഭാവിക നദീജന്യ ദ്വീപ്. ആ കാലത്തൊക്കെ അറിയപ്പെട്ടിരുന്നത്. പിന്നെയാണ് ഇത് പാതിരാമണൽ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ആ ദ്വീപവാസികളെ പിന്നീട് എന്ത് ചെയ്തു, നമ്മൾ ഇടതുവശം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഗ്രാമപഞ്ചായത്ത് അങ്ങോട്ട് മാറ്റി താമസിപ്പിക്കുകയും ദ്വീപ് പൂർണ്ണമായിട്ട് സർക്കാർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ നടക്കാം, ട്രീ ഹൗസ് ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു. സമയം 1 മണിയോട് അടുക്കുന്നു. മരങ്ങളൊക്കെയാണ്. കുട്ടികളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാവരും പാതിരാമണലിലേക്ക് ഇറങ്ങി കേട്ടോ. ആ ദ്വീപിലേക്ക് ഇറങ്ങുകയാണ്. എന്തായാലും എല്ലാവരും ഇറങ്ങുന്നു. കാര്യം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. മഴയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഈ ബോട്ട് വന്നപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നും നമുക്ക് അനുകൂലമായ കാലാവസ്ഥ. അതുകൊണ്ട് എന്തായാലും ഇറങ്ങാൻ പറ്റി. ഇറങ്ങി ഇവിടെ ചെറിയൊരു ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 20 രൂപ നിരക്കിലുള്ള ടിക്കറ്റൊക്കെ ഉണ്ട്. എങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ എന്തായാലും ആ ദ്വീപ് ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. അപ്പോൾ എല്ലാവരും ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പാതിരാമണലിലേക്ക്. പാതിരാമണലിൻ്റെ ഒരു ചെറിയൊരു വിവരണം തരാം. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയൊരു ദ്വീപാണ് ഈ പാതിരാമണൽ. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ 10ാം വാർഡിൻ്റെ ഭാഗമാണ് ഈ പാതിരാമണൽ. മുഹമ്മ കുമരകം ജലപാതയിലാണ് ഈ ദ്വീപ്. 100 കണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ ദ്വീപ്. പക്ഷി നിരീക്ഷകർക്ക് ഒരു പറദീസയാണ് കുമരകം പക്ഷി സങ്കേതവും പാതിരാമണലും. ധാരാളം തെങ്ങുകളും സസ്യങ്ങളും നിറഞ്ഞതാണ് മനോഹരമായ ഈ ദ്വീപ്. അങ്ങനെ ഞങ്ങളിങ്ങനെ പാതിരാമണലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പാതിരാമണൽ ദ്വീപ് ഏകദേശം ഒരു 45 മിനിറ്റ് ഉണ്ടല്ലേ. 45 മിനിറ്റ് ഇവിടെ നേരെ സ്റ്റേ ഉണ്ട്. ആ സമയം കൊണ്ട് ഈ ദ്വീപിൻ്റെ അകമൊക്കെ ചുറ്റി കാണാം. പലരും പലതരത്തിലുള്ള ചരിത്രങ്ങളാണ് പാതിരാമണലിനെ കുറിച്ച് പറയുന്നത്. നമുക്ക് കുറച്ചൊന്ന് കേട്ടു നോക്കാം എന്താണെന്നുള്ളത്. പാതിരാമണൽ എന്ന പേരിൻ്റെ അർത്ഥം അർദ്ധരാത്രി മണൽ എന്നാണ്. പ്രശസ്തനായ ബ്രാഹ്മണനായ വില്യമംഗലത്ത് സ്വാമിയാർ വേമ്പനാട്ട് കായലിലൂടെ ഒരു രാത്രി ബോട്ട് സവാരിക്കിടയിൽ പ്രകൃതിയുടെ വിളിക്ക് ഉത്തരം നൽകാൻ ആഗ്രഹിച്ചു. ഇതിനായി തടാകത്തിൽ നിന്ന് രാത്രിയിൽ അദ്ദേഹം മാന്ത്രികമായി സൃഷ്ടിച്ച ഒരു ദ്വീപാണ് ഇതെന്നും പറയുന്നു. ചരിത്രത്തിന് മറ്റു കഥയും കൂടിയുണ്ട്. തരകൻ എന്ന ഒരു ഭൂ ഉടമയുടേതായിരുന്നു ഈ ദ്വീപ്. കൊച്ചിയിൽ നിന്നുള്ള ഗുജറാത്തി വ്യാപാരി അത് അദ്ദേഹത്തിൽ നിന്ന് വാങ്ങി. പിന്നീട് അത് കൊച്ചിയിലെ ഒരു ട്രസ്റ്റിന് തെങ്ങിൻ തോട്ടത്തിന് നടത്തിപ്പിനെ ഏറ്റെടുത്തു. 14 തൊഴിലാളി കുടുംബങ്ങളാണ് ആ കാലത്ത് ദ്വീപിൽ താമസിച്ചിരുന്നത്. 20ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയോടെ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതോടെ ഈ വസ്തു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാകുകയും പിന്നീട് ടൂറിസം വകുപ്പിന് കൈമാറുകയും ചെയ്തു. മുഹമ്മ പഞ്ചായത്തിൽ 14 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയും ദ്വീപ് ക്രമേണ ദേശാടന പക്ഷികളുടെ സങ്കേതമായി മാറുകയും ചെയ്തു. ഇങ്ങനെ പല കഥകൾ. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ് 64 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ദ്വീപ്. ദേശാടന പക്ഷികളുടെ സ്വസ്ഥ വാസസ്ഥാനം. കായൽ കണ്ടൽ, കരകണ്ടൽ, ചക്കരക്കണ്ടൽ തുടങ്ങിയ കണ്ടൽ ചെടികളും പാതിരാമണലിൻ്റെ ജൈവ വൈവിധ്യത്തിന് മാറ്റേകുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ തീരെ കുറവാണ്. അതേസമയം പക്ഷി നിരീക്ഷകർക്കും പ്രകൃതി സേനികൾക്കും പിരിയാൻ വിടാത്ത ഒരു അനുഭവം ഇവിടെ നിന്നും ലഭിക്കുന്നു.
നമ്മളിപ്പോൾ നിൽക്കുന്നത് പാതിരാമണ ദ്വീപിൻ്റെ അകത്താണ് കേട്ടോ, ഉള്ളിലാണ്. അല്ല അടിപൊളിയായത്. എനിക്ക് എന്താണ് ഉള്ളൊരു വനാന്തരീക്ഷമാണ് അല്ലേ, നൂറ്റാണ്ടുകളെന്നാണ് പറയുന്നത്. അല്ല അടിപൊളി ഒരു അനുഭൂതിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, കാടാണ്. കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കേണ്ടവർക്ക് ഒന്ന് ആസ്വദിക്കാവുന്ന ഒരു രീതിയാണല്ലേ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കാണാൻ കേട്ടോ. നോക്കി കണ്ടല്ലേ, ചെറിയൊരു കാടിൻ്റെ പ്രതീതി. അങ്ങനെ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ ബോട്ടിൽ കയറി ഉച്ചയൂണായി കേട്ടോ. നല്ല അടിപൊളി ഉച്ചയൂണാണ്. മീൻ വറുത്തതും മീൻ കറിയും ഒക്കെ ആയിട്ടുള്ള ഉച്ചയൂണ് ആസ്വദിച്ച് കഴിക്കുകയാണ് എല്ലാവരും. വീണ്ടും ബോട്ട് മുന്നോട്ട്. ഇനിയും കുമരകം ലക്ഷ്യമാക്കിയാണ് ബോട്ടിൻ്റെ യാത്ര. കുമരകത്തിൻ്റെ ഓരങ്ങളിലൂടെ അങ്ങനെ പാതിരാമണ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. പാതിരാമണ ദ്വീപിനെ വിട പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതിങ്ങനെ പാതിരാമണ ദ്വീപ് ഇപ്പോൾ അകന്നു വന്നു. അങ്ങനെ കുമരകത്തിൻ്റെ സൈഡിലൂടെ ഓരം ചേർന്നാണ് ബോട്ടിൻ്റെ യാത്ര. അപ്പോൾ സൈഡ് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സൈഡിൽ ഇരുന്ന് ആ കാഴ്ചകൾ കുറേ പായലൊക്കെ ഇങ്ങനെ കയറി കിടപ്പുണ്ട്. അതിനെയൊക്കെ കീറി മുറിച്ച് ഇങ്ങനെ ബോട്ട് മുന്നോട്ട് യാത്ര ചെയ്യാനാണ്. ഞാനിപ്പോൾ എടുക്കുന്ന ഈ വിഷ്വല് ബോട്ടിൻ്റെ പുറകിരുന്നാണ്. ബോട്ടിൻ്റെ പുറകിരുന്ന് കാണാൻ വളരെ നല്ല രസമാണ്. കാര്യം എന്തായാലും ഉച്ചയൂണിന് ശേഷം ഫുള്ള് ഞാൻ ബോട്ടിൻ്റെ പുറകിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു. അവിടെ നിറയെ റിസോർട്ടുകളൊക്കെ നമുക്ക് സൈഡിൽ കാണാൻ പറ്റും. കുമരകത്തുള്ള നിറയെ റിസോർട്ടുകളുടെ ബോട്ടുകളൊക്കെ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതാ ഇനി അടുത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ എല്ലാം ഓരോ റിസോർട്ടുകളുണ്ട്, പലതരത്തിലുള്ള റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേരുകളൊന്നും പറയാൻ പറ്റില്ല, കാര്യം ഏതൊക്കെയാണെന്ന് അറിയില്ല. ഇവിടെ നിന്ന് കണ്ടൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് സ്പീഡ് ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. സ്പീഡ് ബോട്ടുകളൊക്കെ ഇങ്ങനെ കറങ്ങി ആ റിസോർട്ടിലേക്കുള്ളതാണെന്ന് തോന്നുന്നു. അവിടുത്തെ ടൂറിസ്റ്റിനെ കൊണ്ട് പോകുന്ന ബോട്ടുകളാണെന്ന് തോന്നുന്നു. അതെല്ലാം അതിൻ്റെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പാർക്ക് ചെയ്യുകയും പിന്നെ അവിടെ എല്ലാം കൂടി ഇങ്ങനെ കറക്കി അവരുടെ ആ പാർക്കിങ്ങിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്തായാലും നല്ല കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഇരുന്നാൽ കിട്ടുന്നത്. കുറേ ഞാൻ കട്ട് ചെയ്യുന്നു കേട്ടോ, എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ അത് ബോറായിപ്പോവും. അപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. അടുത്ത റിസോർട്ട്, ചെറുതും വലുതുമായിട്ടുള്ള നിരവധി റിസോർട്ടുകളുടെ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എന്തായാലും നല്ല ഒരു യാത്രയായിരുന്നു. ഈ ബാക്ക് സൈഡിലുള്ള വ്യൂ പ്രത്യേകം എടുത്തു പറയത്തക്ക ഒന്നാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു കാര്യം, മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. എന്തായാലും മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാം. അപ്പോൾ പുറകിലുള്ള ആ വെള്ളത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളുമൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇപ്പോൾ പായലെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ മുഴുവൻ നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇവിടെ ഏകദേശം 3 മുതൽ 4 മീറ്റർ വരെ ആഴമുണ്ട്. അപ്പോൾ നമ്മുടെ വേഗ ട്രിപ്പ് ഏകദേശം കുമരകം എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൂടെ ദാണ്ടെ മലപ്പുറത്ത് നിന്ന് കുറച്ച് സുഹൃത്തുക്കളൊക്കെ പരിചയം. പേരെന്തായിരുന്നു? മുഹമ്മദ് അലി. എന്തായിരുന്നു പേര്? ഷഫീഖ്. മുഹമ്മദ്. പേരെന്തായിരുന്നു? അഷ്റഫ്. ഇവരെല്ലാം മലപ്പുറക്കാരാണ് കേട്ടോ. അപ്പോൾ മലപ്പുറത്ത് അതെ അവിടെ നിൽപ്പോട്ടെ ആൾക്കാർ. പേരെന്തായിരുന്നു? ഹുസൈൻ. എല്ലാവരും മലപ്പുറം അല്ലേ? എല്ലാവരും മലപ്പുറംകാരാണ്. അവർ ആദ്യമായിട്ട് എല്ലാവരും അല്ലേ? നിലമ്പൂർ വേറൊരു വൈബാണ് കേട്ടോ. നിലമ്പൂർ വേറൊരു വൈബാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ടൂറിസം വേറൊരു ഇതാണ്. എന്തായാലും അവിടെ വന്നിട്ടില്ല. ഇല്ലില്ല. അവിടെ അല്ലേ? അപ്പൊ എന്തായാലും നല്ല കുറച്ച് പുതിയ സുഹൃത്തുക്കളെ കണ്ടുപിട്ടി. ഞാനിവിടെ കരുവറ്റ, ആലപ്പുഴ. ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇത് ആസ്വദിച്ച് ഇതിൻ്റെ ബ്ലാക്ക് വാട്ടർ ടൂറിസം ഇങ്ങനെ ആസ്വദിച്ച് വേഗയിലുണ്ട്. എന്തായാലും നല്ല അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. ഇത് പുറകിരുന്നുള്ള യാത്രയാണ് അതിമനോഹരം അല്ലേ? പുറകിരുന്ന് ഇതിൻ്റെ ആ കാഴ്ചകളൊക്കെ ഉണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മഴയും ഇല്ല വെയിലും ഇല്ല, അങ്ങനെ ഒരു അന്തരീക്ഷമാണ് അല്ലേ? നല്ല കാലാവസ്ഥയാണ്, നല്ലൊരു കാലാവസ്ഥയാണ്. എല്ലാവരും ഇങ്ങനെ ആ പുറകിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം 5 മണിക്കൂറോളം നിന്ന യാത്ര, മനോഹരമായ യാത്ര അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും കായൽ പരപ്പിൻ്റെ കാഴ്ചകൾ ഒരിക്കലും എടുത്താലും മതിയാകില്ല. നിറയെ ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. പുരവഞ്ചികളെല്ലാം കായൽ നിറഞ്ഞു. അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ
അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇനിയും ഇതിൽ അവസാനത്തെ ഘട്ടത്തിലേക്കാണ്. അവസാന ഘട്ടം എന്ന് പറയുന്നത് അകത്ത് നല്ല പാട്ടും മേളമൊക്കെ നടക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് പറയാവുന്ന ഇപ്പൊ എന്റെ 4ാമത്തെ വരവാണ്. പക്ഷെ ഗവൺമെന്റ് സർവീസിലാദ്യമായിട്ടോ. അത് നല്ല പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ കരിന്തലക്കൂട്ടം ബേസ് ചെയ്തിട്ടാണ്, എല്ലാവർക്കും അറിയുമെന്നറിയില്ല, മാള വടമയിൽ കരിന്തലക്കൂട്ടം. ഞാനിപ്പോ 25 വർഷമായി കരിന്തലക്കൂട്ടത്തിൽ വന്നിരുന്നു. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സർവീസിലല്ലായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഇതൊരു പുത്തൻ അനുഭവമായിരുന്നു. ഈ നമ്മുടെ കുറേ പാട്ടും ഡാൻസും ഒക്കെ ബോട്ടിനുള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ പകർത്തിയിട്ടില്ല. കാര്യം എല്ലാവരും അത് ആസ്വദിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നു. കാര്യം എല്ലാം പകർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഹൈഡായിട്ട് തന്നെ നിൽക്കട്ടെ. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എന്തായാലും എല്ലാവരെയും നമുക്കൊന്ന് കണ്ടു കളയാം കേട്ടോ. എല്ലാവരും സീറ്റിലൊക്കെ ഇപ്പം കയറിയിരുന്നു. കാര്യം എത്താറായി. ഇപ്പോൾ ആ കനാലിലേക്ക് തിരികെ പ്രവേശിച്ചു. എല്ലാവരുടെ ആ സന്തോഷം നമുക്ക് അവിടെ കാണാം. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മ്യൂസിക്കൊക്കെ ഇട്ടാണ് ഇങ്ങനെ ബോട്ടിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ആ സന്തോഷത്തിൽ ഇതെല്ലാവരും ഇങ്ങനെ മതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഈ 5 മണിക്കൂർ കടന്നു പോയത് എങ്ങനെയെന്നറിയില്ല കേട്ടോ. ആ രീതിയിലാണ് കണ്ട. നല്ല രീതിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് എല്ലാവരുടെയും. ഇനിയും കഴിഞ്ഞോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണെന്ന് തോന്നുന്നു എല്ലാവരുടെയും മുഖത്ത്. കാര്യം ഇനിയും ഒന്നും കൂടെ ഒന്ന് കറങ്ങിയാൽ കൊള്ളാം എന്നുള്ള ഒരു രീതിയാണ്. എല്ലാവരും പല സ്ഥലത്തു നിന്നവരാണ് കേട്ടോ. തൊട്ടടുത്തുള്ളവരൊന്നും അല്ല, എല്ലാവരും പല സ്ഥലത്തും, മലപ്പുറം, കോഴിക്കോട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ. എല്ലാവരെയും ഒന്നും പരിചയപ്പെട്ടൊന്നുമില്ല. കാര്യം അതിനുള്ള സമയം കിട്ടിയില്ല. കാര്യം പരിചയപ്പെടാനും ഈ കാര്യങ്ങൾ കാണാനൊന്നും സമയം കിട്ടിയില്ല. എങ്കിലും കുറച്ച് സമയം അവസാനം ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു. അതിലങ്ങനെ ചെറിയ രീതിയിലൊക്കെ 1-2 പേരൊക്കെ സംസാരിച്ചു. ഞാനൊന്ന് സംസാരിച്ചായിരുന്നു. പക്ഷെ ഒന്നും മുഴുവൻ വീഡിയോ ഒന്നും എടുത്തില്ല. ആ പാട്ട് മാത്രം നമ്മൾ കവർ ചെയ്തുള്ളൂ. മലപ്പുറം ടീമിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. മലപ്പുറം നിലമ്പൂരുള്ള ഒരു ടീമിനുണ്ടായിരുന്നു. അവരെയൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെട്ടു. പക്ഷേ ബാക്കി എല്ലാവരെയും പരിചയപ്പെടാനുള്ള കൂടുതൽ സമയം കിട്ടിയില്ല. എങ്കിലും ഇനിയുള്ള യാത്രയിൽ കൂടുതൽ പരിചയപ്പെടാൻ കഴിയട്ടെ എന്നൊക്കെ ഒന്ന് പ്രതീക്ഷ കൊണ്ടാണ് നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും മനോഹരമായൊരു ട്രിപ്പ്, ഒരിക്കലും മറക്കാനാവാത്ത, മനസ്സുള്ളിൽ കുറിച്ച് വെക്കാവുന്ന ഒരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ സൈഡിലോട്ട് അടുക്കുകയാണ് കേട്ടോ. ബോട്ട് ജെട്ടിലോട്ട് അടുക്കുകയാണ്. അങ്ങനെ ബോട്ട് നേരെ നമ്മുടെ കപ്പിത്താൻ ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. നല്ല ജീവനക്കാരാണ് കേട്ടോ. ജീവനക്കാരെയൊക്കെ എടുത്ത് പറയത്തക്ക ഒന്നാണ്. ഇവർ വളരെ നല്ല സഹകരണമാണ് എല്ലാവരോടും. ആ രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു. അപ്പോൾ അതും നമ്മുടെ യാത്രയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ആവേശം പകരും. അവരുടെ ആ ഒരു സപ്പോർട്ട്. അങ്ങനെ നമ്മളിത് ആ ബോട്ട് ജെട്ടിയിലേക്ക് എത്തി. ആതിരാമണത്തിന് പോയപ്പോഴേ കൈത പൂത്തത് കണ്ടു. ഒരു കൈത പൂ പൊട്ടിച്ചു. എല്ലാവർക്കും ഒരേ കൈതപ്പൂ അല്ലേ? കൈതപ്പൂ. നമുക്കൊരു കൈതപ്പൂ കിട്ടിയേക്കാണ് കേട്ടോ. കൈതപ്പൂവിന്റെ വേറെ കൈതപ്പൂ. എന്റെ പേര് നന്ദകുമാർ. നമുക്കൊരു കൈതപ്പൂ വളരെ റെയറാണ് കേട്ടോ. ഈ കൈതപ്പൂ അങ്ങനെ കിട്ടിയിരിക്കുകയാണ്. നമുക്കൊരു സമ്മാനമായിട്ട് ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ അനൂപ്, ഇദ്ദേഹമായിരുന്നു നമ്മുടെ സാരഥി. ഇപ്പൊ എത്ര നാളായി ഇതില്? 5 വർഷം അല്ലേ? 5 വർഷമായിട്ട് ഇത് തന്നെയാണോ? ഇത് തുടങ്ങിയപ്പോ തൊട്ടുണ്ടല്ലേ? 3 വർഷമായിട്ട് ഇതില്. അപ്പൊ 5 വർഷമായി. അപ്പൊ ഇതില് ഇത് തുടങ്ങിയപ്പോ തൊട്ട് ഇതിലുണ്ടല്ലേ? അപ്പൊ നിങ്ങളെങ്ങനെ ഒത്തിരി പേരുണ്ടോ? അതോ എത്ര പേരാണ് ഡ്യൂട്ടിയിൽ? വേറെ 2 പേരുണ്ടല്ലേ? അപ്പൊ ഇദ്ദേഹമായിരുന്നു നമ്മുടെ ഇന്നത്തെ സാരഥി. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും നല്ല ഒരു അനുഭവം. നമ്മുടെ ഈ ബോട്ടിനെ നയിച്ച ടീമാണ് ഇവർ 5 പേര് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി സപ്പോർട്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു താങ്ക്സ് എല്ലാവർക്കും പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് ബോട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ കയറി ഒന്നുകൂടി ഒരു ഫോട്ടോ എടുക്കാനൊരു അവസരമൊക്കെ ഉണ്ടായി. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു.
അതേപോലെ തന്നെ അതിലും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ടിൽ കയറി നിന്നു, നമ്മുടെ ജീവനക്കാർ തന്നെ കയറി വന്ന് മുകളിൽ നിന്ന് നല്ല അടിപൊളി ഒരു ഫോട്ടോയൊക്കെ എടുത്തു തന്നു കേട്ടോ. ഇതിൽ കൂടുതൽ എന്താണ്. അങ്ങനെ ട്രിപ്പെല്ലാം കഴിഞ്ഞു, എല്ലാവരും പുറത്തേക്ക്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.